രണ്ട് കാര്യങ്ങളാ പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത്. ഒന്ന്, നമ്മുടെ നിത്യമോളുടെ കേസ്. ആ കേസും ക്രൈംബ്രാഞ്ച് തന്നെ അന്വേഷിക്കാനാ തീരുമാനം. ഈയിടെ ഇവിടെ നടന്ന കൊലപാതകങ്ങൾ മുഴുവനും നടത്തിയത് ഒരാളാണെന്ന നിഗമനത്തിലാവരും. അതുകൊണ്ട് തന്നെ പ്രതിയെ എത്രയും വേഗം പിടിക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ട്, ചന്ദ്ര ഡിവോഴ്സിന് സമ്മതിച്ചു. അതുടനെ നടക്കും. നന്നായി. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഒരു കോടതി വ്യവഹാരത്തിന് അല്ലെങ്കിലും എനിക്ക് താല്പര്യമില്ലായിരുന്നു. പേടിച്ചിട്ടൊന്നുമല്ല, അത് തീരാൻ വർഷങ്ങളെടുക്കും. ഇതുപോലൊരു മുഹൂർത്തം കിട്ടുമെന്ന് എനിക്കറിയായിരുന്നു. ഭാഗ്യത്തിന് അതിപ്പോ ഒത്തുവന്നു. അപ്പോ കല്യാണം ഉടനെ ഉണ്ടാവും അല്ലേ വക്കീലേ? എന്റെ മോളുടെ കുഴിമാടത്തിലെ മണ്ണ് ഉണങ്ങിയിട്ടില്ല. അതിനു മുൻപ് ഇവക്കൊരു ജീവിതം കിട്ടിയല്ലോ. അതെന്തായാലും നന്നായി. അങ്ങനെ തന്നെയാ വേണ്ടത്. കിട്ടുന്ന അവസരങ്ങൾ മുതലെടുക്കണം. അവരാ ബുദ്ധിയുള്ളവര്. അവർക്ക് വേണ്ടിയുള്ളതാ ഈ ലോകം. അല്ലെങ്കിലും കാലാകാലം ദേവിയെ മോളിങ്ങനെ ഒറ്റത്തടിയായിട്ട് ജീവിക്കണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്? ഒരിക്കലുമല്ല. എത്രയും പെട്ടെന്ന് ഇവക്കൊരു നല്ല ജീവിതം ഉണ്ടാവണം. പക്ഷേ ഒരു കാര്യം ഓർത്തോ എല്ലാവരും, ഇവക്ക് മുമ്പേ കഴുത്തിൽ താലി കയറേണ്ടത് എന്റെ നിത്യമോക്കായിരുന്നു. എന്തുകൊണ്ടത് നടന്നില്ല എന്ന് എല്ലാവർക്കും അറിയാലോ. മുടക്കി, മനഃപൂർവ്വം മുടക്കി. എന്നിട്ട് സ്വന്തം കാര്യം വന്നപ്പോ കൊടിയും തട്ടി അത് നടത്താൻ പോകുന്നു. കൊള്ളാം, എല്ലാവരുടെ മനസ്സിലിരിപ്പ് കൊള്ളാം. അതിന് നിങ്ങൾ കൂട്ടി നിൽക്കുന്നതാ എനിക്ക് സങ്കടം. അമ്മ, ചന്ദ്രയുമായിട്ടുള്ള ഡിവോഴ്സ് നടന്നു കരുതി പെറ്റേന്ന് തന്നെ ഞങ്ങളുടെ കല്യാണം നടക്കാനൊന്നും പോകുന്നില്ല. വേണ്ടടി, എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി നീ നുണയൊന്നും പറയണ്ട. നീ ആരാണെന്ന് നന്നായി മനസ്സിലാക്കിയവളാ ഞാൻ. ഒന്ന് നീ ഓർത്തോ, നീ കാലെടുത്ത് വെച്ചതുകൊണ്ട് മാത്രം നശിച്ചു പോയ ഒരു വീട്ടിലെ ഗൃഹനാഥയാ ഞാൻ. ഒന്നില്ല, 2 മക്കളാ തുടരെ തുടരെ എനിക്ക് നഷ്ടപ്പെട്ടു പോയത്. ആ സങ്കടം ഉള്ളിൽ വെച്ച് ശപിക്കാൻ ഞാൻ. ഒരു കാലത്ത് നീ ഗതി പിടിക്കില്ല. ഒരിക്കലും നീ ആഗ്രഹിച്ച പോലൊരു ജീവിതം നിനക്ക് കിട്ടില്ല. എന്റെ ശാപം ഫലിക്കും. ഒറ്റാന്തടിയായി ഈ ആയുഷ്കാലം മുഴുവൻ നിനക്ക് കഴിയേണ്ടി വരും. നീ കണ്ടോ? മോളെ, പാർവതിയുടെ ശാപമൊന്നും ഫലിക്കാൻ പോകുന്നില്ല. നിങ്ങൾ രണ്ടുപേരും തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. അവളിങ്ങനെയൊക്കെ പറഞ്ഞത് തെറ്റിദ്ധാരണ കൊണ്ടാണ്. അത് മാറുമ്പോൾ അവിടെ തീരുമാനവും മാറും. ശപിച്ച അതേ നാവുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടിനും ദീർഘായുസും ദീർഘസുമംഗലി യോഗവും നേരും. അത് കാണാൻ ഇനി അധികാലം കാത്തിരിക്കുമൊന്നും വേണ്ട. നീ ഇങ്ങനെ കരയല്ലേ പാർവതി? അവരെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. എന്നാലും മരണം നടന്ന വീടാണെന്ന് പോലും ഓർത്തില്ലല്ലോ അമ്മ. അത് കേട്ടത്തുള്ള മനോഹരേട്ടനും വിവരദോഷിയാവൻ എങ്ങനെയോ എന്റെ വയറ്റിൽ വന്ന് കുരുത്തുന്ന ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതെ, നീ ഇങ്ങോട്ട് വന്നേ പാർവതി. ഇത് അങ്ങനെ വിട്ടാ ശരിയാവത്തില്ല. എടി, ഇങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട്. അതെ, ചോദിക്കുന്നതുകൊണ്ട് വക്കീലിനൊന്നും തോന്നരുത്. ഈ വീട്ടിലെ സമാധാനം കളയാനാണോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത്? അല്ല, ഇവിടെ കല്യാണം കഴിക്കാനാണെങ്കിൽ അതായിക്കോ. ആ വിഷയം എന്തിനാ ഈ വീട്ടിൽ ചർച്ച ചെയ്യുന്നേ? അതും രാത്രിയില്.
എൻ്റെ അമ്മ, ഈ വീട്ടിലെ പ്രശ്നം ഈ വീട്ടിൽ വെച്ചല്ലാതെ പിന്നെ എവിടെ വെച്ച് ചർച്ച ചെയ്യേണ്ടത്? നിത്യ മാത്രമല്ല, ദേവിക മോളും എൻ്റെ മോള് തന്നെയാണ്. നിത്യയുടെ കല്യാണം മുടങ്ങിയതിനെക്കുറിച്ച് നീ സങ്കടപ്പെട്ടല്ലോ പാർവതി.